Salient features of Indian Constitution, Part 2. Part 1 ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ്, അതായത് ഏറ്റവും ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, സോവറിൻ പവർ, സെക്യുലറിസം, ഡെമോക്രസി, സോഷ്യലിസം ആൻഡ് റിപ്പബ്ലിക്. ഈ ഒരു കൺസെപ്റ്റ്സ് ആണ്. ഇനി നമുക്ക് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതിൽ ഫസ്റ്റ് പോയിന്റ് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നു. അതായത് ജസ്റ്റിസ് എന്നത് 3 ടൈപ്പ് ജസ്റ്റിസ് ആണ് ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്നാൽ equal treatment of citizens and promotes the rule of law. Rule of law means equality before law, all are equal before law concept ആണ്. അപ്പം സോഷ്യൽ ജസ്റ്റിസും ഇക്കണോമിക് ജസ്റ്റിസും പൊളിറ്റിക്കൽ ജസ്റ്റിസുമാണ് ജസ്റ്റിസ് കൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ജനങ്ങൾക്ക് നൽകുന്നത്. സോ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റും നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന കൺസെപ്റ്റുമാണ്. Then economic justice avoids discrimination. അതായത് വിവേചനങ്ങളെ ഒഴിവാക്കുകയാണ് എക്കണോമിക് ജസ്റ്റിസിലൂടെ ചെയ്യുന്നത്. Economic justice avoids discrimination between genders, provides equal opportunity to work. ജോലി ചെയ്യാനുള്ള ഒരേ അവസരം എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നു. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. എല്ലാവർക്കും ഒരേപോലെ ജോലി കൊടുക്കാൻ സാധിക്കില്ല, മറിച്ച് ഒരേ അവസരം നൽകാൻ സാധിക്കും. ആൻഡ് എൻഷുവേഴ്സ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. എല്ലാവർക്കും തുല്യമായ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനം, ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുക, ആൾക്കാർ തമ്മിൽ ജെൻഡർ ഡിഫറൻസ് പോലെയുള്ള ഡിഫറൻസസ് ഒഴിവാക്കുക, എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള അവസരം നൽകുക. ജോലി ചെയ്യുന്നത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ജോലി ചെയ്യാനുള്ള ഒരേപോലുള്ള അവസരം, വെൽത്ത് ഒരേപോലെ ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. And the next point is political justice. Political justice എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ഗവേണൻസിന് സിറ്റിസൺസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. സോ ദ ടേം പൊളിറ്റിക്കൽ ജസ്റ്റിസ് പ്രൊവൈഡ്സ് all citizens to participate in political proceedings. എല്ലാ സിറ്റിസൺസിനും പൊളിറ്റിക്കൽ പ്രൊസീഡിങ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. That is the 7th point, that is justice and liberty and fraternity. ലിബർട്ടി ആൻഡ് ഫെർട്ടേണിറ്റി നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നതാണ്. ബട്ട് ടേം ലിബർട്ടി ആൻഡ് ഫെർട്ടേണിറ്റി എന്ന് പറയുന്ന ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യവും സാഹോദര്യവും ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഈ പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നിയമസഭയുണ്ട്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു നിയമനിർമ്മാണ സഭയുണ്ട്. ഈ നിയമനിർമ്മാണ സഭയ്ക്ക് ബൈകേമറൽ, ദാറ്റ് മീൻസ് 2 സഭകളുള്ള നിയമസഭയാണ് നമുക്കുള്ളത്. അപ്പം ചില കൺട്രീസിലൊക്കെ, നോർവേ പോലെയുള്ള ചില കൺട്രീസിലൊക്കെ യൂണികാമറൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന ബൈകാമറൽ ആണ്. അപ്പൊ ലോ മേക്കിംഗ് പ്രൊസീജിയർ ഭയങ്കര ഈസി ആയി കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ ആർക്കും അവരുടെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബൈകാമറൽ ലെജിസ്ലേഷൻ കൊണ്ടുവന്നത്. അപ്പൊ ഈ 2 സഭകളിലും ഡിസ്കഷൻസിന് ശേഷം അവിടുന്ന് പാസ്സാക്കിയിട്ട് മാത്രമേ ഒരു നിയമമായി മാറുന്നുള്ളൂ. സോ ഈ ഒരു പാർലമെന്ററി സിസ്റ്റം നമ്മുടെ ആർട്ടിക്കിൾ 74, 75 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 163 and 164 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും കൃത്യമായിട്ട് ഇതിന്റെ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അപ്പം നമുക്ക് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണുള്ളത്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ ലോ മേക്കിംഗ് ബോഡിയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പാർലമെന്റിന് ബൈകാമറൽ ലെജിസ്ലേഷൻ, 2 സഭകളുള്ള നിയമസഭയാണ് ഉള്ളത്. അപ്പൊ 2 സഭകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈസിലി നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റില്ല. അതിന് ആവശ്യമായ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടേ പറ്റുള്ളൂ. ആർട്ടിക്കിൾ 74 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് എപ്പോഴും there should be council of ministers with the prime minister and council of minister can aid and advise the president. പ്രസിഡന്റ് ആണ് ഹെഡ്. ആ പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാനാണ് പ്രൈം മിനിസ്റ്റർ വിത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിന് നമ്മൾ പ്രാക്ടിക്കലി ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ പ്രസിഡന്റ് ഏരിയയും പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഒക്കെ പഠിക്കും കേട്ടോ. ആർട്ടിക്കിൾ 75 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു provisions relating to the appointment of
മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഒക്കെ പറയുന്നത് ആർട്ടിക്കിൾ 75 സോ ബൈകാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നതും ഒരു ഫീച്ചറാണ്. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ, ദാറ്റ് ഇസ് 10th ഫീച്ചർ എന്ന് പറയുന്നത് യുണീക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഈ റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്തിന്റെ ബേസിലാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഇത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, സ്കെഡ്യൂൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ? മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ഭരണഘടനയിലെ പ്രൊവിഷൻസിന് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ലെങ്കിൽ അത് റിജിഡ് ആണ്. പക്ഷെ നമ്മള് റിജിഡും ഫ്ലെക്സിബിളുമായ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ എളുപ്പത്തിൽ മാറ്റം വരുത്താനും മറ്റു ചില ഭാഗങ്ങൾ മാറ്റം വരുത്തുന്നതിന് ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നൈദർ റിജിഡ് നോ ഫ്ലെക്സിബിൾ. ഇതെന്താണ്? ഇതിന്റെ ഒരു യുണീക്ക് ബ്ലെൻഡ് ആണ്. ഇപ്പൊ US കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് അമെൻഡ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില ഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ അമെൻഡ് ചെയ്യാം, ചില ഭാഗങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പല പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അമെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മള് സിമ്പിൾ മെജോറിറ്റി ഉണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് റാറ്റിഫിക്കേഷൻ ഓർ അബ്സല്യൂട്ട് മെജോറിറ്റി ഒക്കെ ഉണ്ട്. അത് നമ്മൾ അമെൻമെന്റിന്റെ ഏരിയയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദെൻ ആർട്ടിക്കിൾ 32 നമുക്ക് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറയുന്നുണ്ട്. നമ്മുടെ ആർട്ടിക്കിൾ 12 to 35 വരെയുള്ള ഏരിയയില്, പക്ഷെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ആർട്ടിക്കിൾ 14 to 32 വരെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ഏരിയ ആർട്ടിക്കിൾ 12 to 35 പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിനകത്ത് ഒരു നോർമൽ സിറ്റിസണിന് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. ഈ അവകാശങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ എ സിറ്റിസൺ ടു എക്സിസ്റ്റ് ഇൻ എ കൺട്രി. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 32 ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ ലംഘിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ് പെർ ആർട്ടിക്കിൾ 32 ഡയറക്ട് ടു സുപ്രീം കോർട്ട്. ഹൈക്കോടതിയിൽ പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട് ആർട്ടിക്കിൾ 226. അപ്പൊ പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളത് പറയുന്നു ആർട്ടിക്കിൾ 32. സോ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് റിട്ട് വഴി 5 റിട്ട് ഉണ്ട്: ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറി, കോവാറന്റോ ആൻഡ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ. അപ്പം ഈ റിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാലും സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനധികൃതമായ ആരെങ്കിലും തടങ്കലിൽ വെച്ചു എന്ന് വെച്ചു, ഇല്ലീഗൽ ഡിറ്റൻഷൻ. അങ്ങനെ ഡിറ്റൻഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കോർട്ടിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്താൽ കോർട്ട് വിൽ ഓർഡർ ടു ദ അതോറിറ്റി, ദാറ്റ് ഇസ് ദ പോലീസ് അതോറിറ്റി, ടു പ്രൊഡ്യൂസ് ദാറ്റ് ബോഡി ബിഫോർ ദി കോർട്ട് വിത്തിൻ 24 hours, ഡെഡ് ഓർ അലൈവ്. ജീവനോടെയോ അല്ലാതെയോ ആ ശരീരത്തെ കോടതിയുടെ മുന്നിൽ 24 മണിക്കൂറിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് അതോറിറ്റിക്ക് ഓർഡർ കൊടുക്കും കോർട്ട്. അതാണ് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി കമാൻഡ് എന്നാണ്. മാൻഡമസ് പബ്ലിക് അതോറിറ്റിയുടെ അടുത്ത് കോടതി കമാൻഡ് ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്യാനോ ചെയ്യാതിരിക്കാനോ. ചില സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈ എക്സിക്യൂട്ടീവ് വിങ് ചെയ്യും. അപ്പൊ അവരോട് അതിന് അരുത് എന്ന് കമാൻഡ് ചെയ്യും. ചില സമയത്ത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല, അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പറയും. അതുകൊണ്ടാണ് പറയുന്നത് കമാൻഡ്സ് ദം ടു ഡു ദെയർ ഡ്യൂട്ടി ഓർ സംടൈംസ്. എന്തിനു വേണ്ടിയിട്ട്? ടു റിഫ്രൈൻ ഫ്രം ഡൂയിങ് സർട്ടൻ ആക്ട്സ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ട എന്നും ഓർഡർ ചെയ്യും. ദെൻ ദർ ഇസ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറയുന്നതും കോവാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോറി, 3 എണ്ണമാണ് നമുക്കുള്ളത്. റിട്ട് ഓഫ് പ്രൊഹിബിഷനും റിട്ട് ഓഫ് സെർഷ്യോറി മെയിൻലി ടു ലോവർ കോർട്സിന് കൊടുക്കുന്ന ഓർഡർ ആണ്. അപ്പൊ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ പറയുന്നത് ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ഇൻ ഓർഡർ ടു പ്രൊഹിബിറ്റ് ഓർ സ്റ്റോപ്പ് ദ പ്രൊസീഡിങ്സ് ഇൻ ദ ഇൻഫീരിയർ കോർട്ട് വെൻ ദ മാറ്റർ ഡസ് നോട്ട് കംസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ. അധികാര പരിധി ഇല്ലാത്ത കാര്യങ്ങളില് പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ ഒരു സ്യൂട്ട് ഒരു കോടതിയിൽ ഫയൽ ചെയ്തു, ആ കോടതി അതിന്റെ പ്രൊസീഡിങ്സ് നടത്തുകയാണ്. പക്ഷെ അത് നടത്താൻ ഓരോ കോടതിക്കും ഓരോ ഹൈറാർക്കി ഉണ്ട്, അവരുടെ അധികാര പരിധി ഓർ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഈ ജൂറിസ്ഡിക്ഷനകത്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് എന്ത് പറയും? അവിടെ നിന്ന് നിങ്ങൾ ആ പ്രൊസീഡിങ്സ് അവിടെ നിർത്തിവെച്ചോളൂ, കാരണം ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരം ഇല്ല എന്ന് പറയും. ദെൻ കോവാറന്റോ. അപ്പൊ കോവാറന്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ അതോറിറ്റി എന്നുള്ളതാണ്. ഇപ്പം അതോറിറ്റി ഇല്ലാത്ത ഒരാള് ആ സ്ഥാനത്തിരുന്ന് അയാൾക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു എന്ന് വെച്ചോ,
അങ്ങനെയാണെങ്കിൽ നമ്മൾ റിട്ട് ഓഫ് ക്വോ വാറന്റോ ഫയൽ ചെയ്താൽ കോടതി അവരോട് ചോദിക്കും ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം, ഏത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് ചെയ്തതെന്ന് ചോദിക്കും. സോ ദ ടേം ക്വോ വാറന്റോ മീൻസ് വാട്ട് ഈസ് യുവർ അതോറിറ്റി. ടേം ക്വോ വാറന്റോ ചോദിക്കുന്ന എന്താണ് നിങ്ങളുടെ അതോറിറ്റി എന്നുള്ളതാണ്. Then last one is writ of certiorari. Certiorari എന്ന് പറയുന്നത് ഒരു കീഴ്ക്കോടതി എടുത്ത ഡിസിഷൻ, ഈ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റി എടുത്ത ഡിസിഷൻ ഇത് ശരിയാണ് എന്നുള്ളത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഡിസിഷൻ ശരിയാണെങ്കിൽ ശരിവെക്കുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിഷൻ ശരിയാണോ എന്ന് സർട്ടിഫൈ ചെയ്യുന്നതാണ് certiorari. So the term certiorari means to certify and this writ is issued when there is any illegality in the judgments passed by the inferior court. അപ്പം കീഴ്ക്കോടതി പാസാക്കിയ നിയമത്തിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് റിട്ട് ഓഫ് സെർഷോറി എന്ന് പറയുന്നത്. അപ്പൊ 5 റിട്ടാണ് മെയിൻലി ഉള്ളത്: ഹെബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രൊഹിബിഷൻ, ക്വോ വാറന്റോ ആൻഡ് സെർഷോറി. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരു ലോ സ്റ്റുഡന്റ്, ഒരു ലോയർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആസ് പെർ ആർട്ടിക്കിൾ 32 ആൻഡ് ആർട്ടിക്കിൾ 226 ഹൈക്കോർട്ടും സുപ്രീം കോർട്ടിലും പോകാനുള്ള പ്രൊവിഷൻസ് ആണ്. Then the next point is directive principles of state policy. Irish constitution നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത്. പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 36 to 51 വരെയുള്ള ഏരിയയിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറയുന്നത്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടായിരുന്നല്ലോ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാരന്റ് ആക്ട്. ഈ പാരന്റ് ആക്ടിനകത്ത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്ത ഒരു പോർഷനായിരുന്നു. അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടൺ ഡയറക്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദി കൺട്രി, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ചില ഡയറക്ഷൻസ് ആണ് എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ തൊട്ട് ഇന്ന് വരെ രാജ്യത്തിന്റെ പുരോഗതിക്ക് അതിനകത്തുള്ള ഓരോ പോയിന്റും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആർട്ടിക്കിൾ 36 to 51 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഉള്ളത്. ഈ ഒരു പോർഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്തും ഉണ്ടായിരുന്നു. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നായിരുന്നു അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. ഇതിന്റെ ബേസിലാണ് നിരവധി നിയമങ്ങൾ കേട്ടോ, നമ്മുടെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പോലെയുള്ള നിരവധി ലേബർ ലെജിസ്ലേഷൻസ് പോലെയുള്ള 5 year പ്ലാൻസ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലവിൽ വന്നത് ബേസ്ഡ് ഓൺ ദിസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് അതുപോലും ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദി നേഷൻ യൂണിഫോം സിവിൽ കോഡ് വേണം എന്നുള്ള ഒരു ഡയറക്ഷൻ അതിനകത്തുണ്ട്. ഓക്കെ, then a federation with a strong centralizing tendency, that is the next point. A federation with a strong centralizing tendency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ് ഫെഡറലിസം എന്ന് പഠിക്കണം. കുറെ സ്റ്റേറ്റ്സ് കൂടി ചേർന്നാണ് ഒരു രാജ്യം ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് പറയും. ആണല്ലോ, നമ്മൾ കുറെ സ്റ്റേറ്റ്സ് കൂടി ചേർന്നാണ് ഒരു രാജ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ അതൊരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. പക്ഷെ നമ്മളുടെ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഫെഡറൽ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓരോ സ്റ്റേറ്റിനും, ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളം എടുത്തു നോക്കിയാൽ കേരളത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, എസ്പെഷ്യലി എമർജൻസി സിറ്റുവേഷൻസിൽ അല്ലെ. അപ്പൊ പല കാര്യങ്ങളിലും സെൻട്രൽ ഗവൺമെന്റ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. അപ്പം ഒരു സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ആ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊരു പൂർണ്ണ ഫെഡറലിസം അല്ലെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ കോസി ഫെഡറൽ എന്ന് പറയുന്നത്. അപ്പൊ പല സമയങ്ങളിലും എന്ത് സംഭവിക്കും? എമർജൻസി വന്നു കഴിഞ്ഞാൽ, അതായത് നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി, ഇങ്ങനെയുള്ള 3 എമർജൻസി വരുമ്പോഴും നമുക്ക് സെൻട്രലൈസിങ് ടെൻഡൻസി കൂടും. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറയുന്നത് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓരോ സ്റ്റേറ്റിനും കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. പിന്നെ ഈക്വൽ റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല. ബേസ്ഡ് ഓൺ ദി പോപ്പുലേഷൻ ആണ് കിട്ടുന്നത്. ഡിവിഷൻ ഓഫ് പവേഴ്സ് നമുക്ക് 3 ലിസ്റ്റ് ഉണ്ടല്ലോ: കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. ഈ ലിസ്റ്റിനകത്ത് സ്റ്റേറ്റിനും യൂണിയനും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പവേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ദാറ്റ് ഈസ് ഓൾസോ ഡിഫറെന്റ്. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് എന്താണെന്ന്. ഒരു ഈക്വലി ആണ് സ്റ്റേറ്റിനും സെൻട്രലിനും ഒരു ഈക്വൽ പവേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുക. സോ എന്തുണ്ട്? ഒരു സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി ഉണ്ട്.
പിന്നെ ഫെഡറൽ ആണെന്ന് പറയാനുള്ള ഒരു കാര്യം റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം വെച്ചിട്ടാണ്. ദെൻ അഡൽട്ട് സഫറേജ്. അഡൽട്ട് സഫറേജ് എന്ന് പറയുന്ന ഒരു ടേം എല്ലാവർക്കും അറിയാം. 18 ഇയേഴ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഗവേണൻസിൽ പങ്കെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ത്രൂ അവർ വോട്ടിംഗ്. There should not be any discrimination based on gender, caste or religion for casting vote. അതായത് നമ്മൾ വോട്ട് ചെയ്യുന്നതിന് ഇലക്ഷന്റെ ഭാഗമാകുന്നതിന് ജാതിയോ മതമോ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളുടെ 61st അമെൻമെന്റ് ആക്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ 88 കേട്ടോ, 1988 നമ്മളുടെ ഒരു ഏജ് എന്ന് പറയുന്നത്, വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 18 ആക്കി മാറ്റിയത്. ദെൻ ഇനി വോട്ട് ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് കേട്ടോ, നോൺ പ്രസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ, അൺസൗണ്ട് മൈൻഡ്, അല്ലെങ്കിൽ ക്രിമിനൽസ്, ഇവർക്കൊന്നും വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അല്ലാത്തവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ നമ്മളുടെ ഒരു അടുത്തൊരു പോയിന്റ് ആണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മളിവിടെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഡോക്ട്രിൻ ഫോളോ ചെയ്യുന്നുണ്ട്. മോണ്ടസ്ക്യൂന്റെ സ്പിരിറ്റ് ഓഫ് ലോസിൽ വരുന്ന ഒരു തിയറിയാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഗവൺമെന്റിന് 3 ഓർഗൻസ് ഉണ്ട്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ 3 ഓർഗൻസിനെയും എങ്ങനെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിലായിരിക്കണം. പക്ഷെ ഇൻ ഇന്ത്യ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. കാരണം ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ജുഡീഷ്യറി അങ്ങനെയല്ല. നമ്മൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ജുഡീഷ്യറിയിൽ മാത്രമാണ്. ജുഡീഷ്യറിയെ ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. സോ ദ ജുഡീഷ്യറി എൻഷുവേഴ്സ് ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ എൻഫോഴ്സ്മെന്റ് ഓഫ് വേരിയസ് പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ വേരിയസ് പ്രൊവിഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ജുഡീഷ്യറി പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ എൻഷുർ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എൻഷുർ ചെയ്യുന്നുണ്ട് ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, എന്താണ്, ബയസ്ഡ് അല്ലാതെ നിലനിൽക്കും. ഡെമോക്രസിയുടെ വാച്ച് ഡോഗ് ആയിട്ട് ആരെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, സുപ്രീം കോർട്ടിനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോർട്ട് ഇസ് കൺസിഡേർഡ് ആസ് ദ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി. അപ്പൊ ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് ആയാലും അവരുടെ ട്രാൻസ്ഫർ ആയാലും ജഡ്ജസിന്റെ ടെന്യൂർ ആയാലും ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിലാണ്, ഇൻക്ലൂഡിംഗ് ദ റിമൂവൽ ഓഫ് ജഡ്ജസ്. അപ്പം ജുഡീഷ്യറി ഇൻഡിപെൻഡന്റ് ആണ്. ജുഡീഷ്യറി ആർക്കും തന്നെ സ്വാധീനിക്കാൻ പറ്റില്ല. പിന്നെ സെക്യുലർ സ്റ്റേറ്റ് കൺസെപ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. സെക്യുലറിസം വി ഫോളോസ് പോസിറ്റീവ് സെക്യുലറിസം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ സെക്യുലറിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈവൻ ആർട്ടിക്കിൾ 25 to 28 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്ന പ്രൊവിഷൻസ് തന്നെയുണ്ട്. അപ്പൊ അവിടെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇക്വാലിറ്റി ഫോർ ഓൾ റിലീജിയൻ. ഒരു റിലീജിയനും പാടില്ല എന്നല്ല, എല്ലാ റിലീജിയനും പറ്റും എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അത് ഒരു സെക്യുലർ സ്റ്റേറ്റിന്റെ പ്രൊവിഷൻ ആണ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഫെഡറൽ സ്റ്റേറ്റ് ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ ഫെഡറൽ സ്റ്റേറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുഎസിന്റെ ഫെഡറൽ സ്റ്റേറ്റ് യുഎസ് എന്ന് പറയുന്ന ഫെഡറൽ സ്റ്റേറ്റ് പോലെ നമ്മൾ എങ്ങനെയല്ല കൃത്യമായ ഒരു സിറ്റിസൺഷിപ്പ് സ്റ്റേറ്റിനും സെൻട്രലിനും കൊടുക്കുന്നതല്ല. നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, നമുക്ക് തമിഴ്നാട് സിറ്റിസൺഷിപ്പ്, കേരള സിറ്റിസൺഷിപ്പ് അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായി മാറും, ഇന്ത്യൻ സിറ്റിസൺഷിപ്പും ഉണ്ട് കേരള സിറ്റിസൺഷിപ്പും ഉണ്ടെങ്കിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പായി. ഇവിടെ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. സിറ്റിസൺഷിപ്പിന്റെ എല്ലാ പ്രൊവിഷൻസും നമ്മുടെ ആർട്ടിക്കിൾ 5 to 11 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. കൂടാതെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പറയുന്നുണ്ട്. ആൻഡ് ദിസ് സിറ്റിസൺഷിപ്പ് 2019 നമുക്ക് ഒന്ന് അമെൻഡ് ചെയ്തു. അതിന്റെ പ്രൊവിഷൻസും അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അപ്പം ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യൻസ് വാസ് ലാർജ്ലി ഡിറ്റർമിൻഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റ് സെൻകിൻസ്. ജസ്റ്റ് സെൻകിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സിറ്റിസൺഷിപ്പ് ഇസ് ബേസ്ഡ് ഓൺ ദ സിറ്റിസൺഷിപ്പ് ഓഫ് ദി പാരന്റ്സ്. അതായത് നമ്മുടെ നാട്ടിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അച്ഛനമ്മമാരും കൂടി ഒക്കെ ഈ നാട്ടിൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ സിറ്റിസൺഷിപ്പിനെ അംഗീകരിക്കുള്ളൂ. കുറെ പ്രൊവിഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 5 to 11 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും 1955 ആക്ടും അതിന്റെ അമെന്റ്മെന്റ് പഠിച്ചാൽ മാത്രമേ സിറ്റിസൺഷിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ഫീച്ചേഴ്സ് എഴുതുമ്പോൾ നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഉള്ളത് എന്ന് മാത്രം നോക്കുക. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്.
ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ബൈ 42nd അമെന്റ്മെന്റ് ആക്ട് 1976 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. സോൺസിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A പാർട്ട് 4A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ കുറേയേറെ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കേട്ടോ. ആർട്ടിക്കിൾ 51A സ്മോൾ ലെറ്റർ എ തൊട്ട് കെ വരെയുള്ള പ്രൊവിഷൻസിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, ഐഡിയൽസിനെ ഫോളോ ചെയ്യുക, നമ്മുടെ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡത്തിനെ നമ്മൾ ചെറിഷ് ചെയ്യുക, നോബൽ ഐഡിയൽസിനെ ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ കൺട്രി റിച്ച് ഹെറിറ്റേജിനെ ഫോളോ ചെയ്യുക, നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, പബ്ലിക് പ്രോപ്പർട്ടിയെ സേഫ് ഗാർഡ് ചെയ്യുക, സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങിയ ഒരു 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ പാർട്ട് 4A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ദെൻ ദർ ഇസ് എ പ്രൊവിഷൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന പ്രൊവിഷൻ ഇല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ സുപ്രീം കോർട്ടും ഒക്കെ മീനിങ്ലെസ് ഔട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് ജുഡീഷ്യറിക്കാണ്. അപ്പം ഏതെങ്കിലും തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജുഡീഷ്യറിക്ക് ത്രൂ ജുഡീഷ്യൽ റിവ്യൂ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഗവൺമെന്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഭരണഘടനാ ലംഘനപരമായ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നിയമത്തെ കറക്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റും എന്നാണ് പറയുന്നത്? സുപ്രീം കോർട്ടിന് പറ്റും, ത്രൂ ജുഡീഷ്യൽ റിവ്യൂ. സോ ജുഡീഷ്യൽ റിവ്യൂ ഉള്ളത് കൊണ്ടാണ് ചെക്ക് ആൻഡ് ബാലൻസസ് നിലനിൽക്കുന്നത്. ഇതില്ലെങ്കിൽ അത് നിലനിർത്താൻ പറ്റില്ല. അപ്പം ഇവിടെ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 32 ആൻഡ് ആർട്ടിക്കിൾ 136 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദ ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു ജുഡീഷ്യൽ റിവ്യൂ ഇൻ ദ സുപ്രീം കോർട്ട്. അതേപോലെ ആർട്ടിക്കിൾ 226 227 ആണ് ജുഡീഷ്യൽ റിവ്യൂ ഫോർ ദ ഹൈക്കോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അൺറീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇറാഷണാലിറ്റി ഉണ്ടായാൽ, ഇല്ലീഗാലിറ്റി ഉണ്ടായാൽ, പ്രൊസീജറൽ ഇംപ്രൊപ്രൈറ്റി ഉണ്ടായാൽ, ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ആണ് കേട്ടോ. അതായത് നമ്മള് മൊണാർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫോഴ്സസ് കമ്മീഷണർ ഒരു കേസ് ഉണ്ട്. ഈ കേസിനകത്തും എല്ലാ കാര്യങ്ങളിലും കോടതി കയറി ഇടപെടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. So in this case, it was said that court will not interfere in the matters of administrative action or changes. അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷനിലും ചേഞ്ചസിലും ഒന്നുമല്ല കോടതി കയറി ഇടപെടുന്നത്. കോടതി എപ്പോഴാണ് ജുഡീഷ്യൽ റിവ്യൂ നടത്തുന്നത്? ഭരണഘടനാ പ്രൊവിഷൻസ് ലംഘിക്കുമ്പം, ഭരണഘടനാ ലംഘനം നടക്കുമ്പോഴാണ്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആർട്ടിക്കിൾ 12 to 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ കോർ മാറ്റർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോർ എലമെന്റ് അല്ലെങ്കിൽ ഹൃദയം, അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറയാം. ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു റൈറ്റ്സിനെ സംരക്ഷിക്കാനാണ് 5 റിറ്റ്സും കൊടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾ പാർട്ട് 1 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 to 35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്, വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ദ ബേസിക് റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്. ദെൻ 5 റിറ്റ്സ് ഉണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി. ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, സെർച്ച്യോ, റിക്കോ വാറന്റോ ആൻഡ് പ്രൊഹിബിഷൻ. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എടുക്കുവാണെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്ര ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളൊരു 20 ഫീച്ചേഴ്സിൽ ഒതുക്കിയിരിക്കുകയാണ്. അപ്പം കുറച്ച് ലെങ്തി ആയി പോയി, കുറച്ച് സ്പീഡിലാണ് ഞാൻ പറഞ്ഞു പോയതും. അതിന്റെ കാരണം അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത രീതിയിലുള്ള ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിലാണ് പറഞ്ഞു പോയത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ നോട്ട്സോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ വേണം എന്നുണ്ടെങ്കിൽ, നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷനിൽ. അങ്ങനെയാണെങ്കിൽ നോട്ട്സ് ആഡ് ചെയ്യാം. ഇനി ഇൻ കേസ് ഒരു PDF ആയിട്ട് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ബുദ്ധിമുട്ടുള്ളതുണ്ടെങ്കിലും ആ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തോളൂ. അപ്പം അതും ചെയ്യാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കമന്റും അനുസരിച്ച് ഞാൻ കൂടുതൽ ടോപ്പിക്സ് ഡീറ്റെയിൽ ചെയ്യാം. താങ്ക് യു.